ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 20-ാം വാരം ചൊവ്വാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് ഒരു ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് പറയുന്ന ക്രിസ്തു. രണ്ടാമത്തെ ഭാഗത്തിൽ തന്നെ അനുഗമിക്കുന്നവർക്ക് എത്രത്തോളം 100 ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തു. ഇന്നലെ വായിച്ച ധനികനായ യുവാവിൻ്റെ ആ ഒരു സംഭവത്തിന് ശേഷം നടക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഭാഗം. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ധനികർക്ക്, കാശുള്ളവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഈ കാശുള്ളവന് അതൊരു ക്രൈറ്റീരിയ ആണോ? കാശാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം? എനിക്ക് തോന്നുന്നു കർത്താവ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കാശല്ല മാനദണ്ഡം, മറിച്ച് കാശുകാരൻ്റെ മനോഭാവമാണ് മാനദണ്ഡമായിട്ട് മാറുന്നത്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാം പാവപ്പെട്ടവനല്ലായിരുന്നു, ധനികൻ തന്നെയായിരുന്നു. ജോസഫിൻ്റെ കയ്യിൽ ഈജിപ്തിലെ എല്ലാ സമ്പത്തും എല്ലാ കാര്യങ്ങളും ഫറവോ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയെങ്കിൽ ഇവരാരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവില്ലേ? ചോദ്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആർക്കും കൊടുക്കാതെ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരാ, അങ്ങനെ മനോഭാവമുള്ള ധനികരെയാണ് കർത്താവ് ഇവിടെ വിമർശിക്കുന്നത്. ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം എപ്പോഴാണോ തൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലത് ലോത്തിന് കൊടുക്കാൻ സന്മനസ് കാണിക്കുന്നത്, അവിടെ അബ്രഹാം സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുന്നു. ജീവിതത്തിൽ താൻ കടന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശേഷം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമ്പത്ത് തൻ്റെ സന്തോഷത്തിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത്, മറിച്ച് ഈ ലോകത്ത് ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു വഴിയായി കണ്ടുകൊണ്ട് തന്നെ വിറ്റ തൻ്റെ സഹോദരന്മാരെ വരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോസഫ് മുന്നോട്ട് വരുമ്പോൾ അവിടെ ജോസഫ് സ്വർഗരാജ്യത്തിന് അർഹനായി മാറുന്നു. ഇന്ന് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. എനിക്ക് മാത്രം എന്ന ചിന്തയിൽ നിന്നും നമുക്കെല്ലാവർക്കും ഉള്ളതാണ് എന്ന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇത് തന്നെയാണ് ആദിമസഭയിൽ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അവരുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെലവുകളും വരവുകളും സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾക്കുള്ള ആസ്തികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് അതൊക്കെ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുമായിരുന്നു. എന്തിനാണ്? എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ട്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ സഭയിൽ ജീവിക്കണം എന്ന ഉദ്ദേശമുള്ളത് കൊണ്ട്. ഇന്ന് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ കാര്യം, നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള ചിന്തയിലേക്ക് ഒതുങ്ങിപ്പോകാതിരിക്കുക. സാധിക്കുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കൈ നീട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലെ 2-ാമത്തെ ഭാഗം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന്, നിങ്ങൾക്ക് 12 സിംഹാസനങ്ങൾ ഞാൻ തരും. ഈ സിംഹാസനത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ പ്രതി നഷ്ടപ്പെടുത്തിയത്, അത് വീടാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും സ്ഥലമാണെങ്കിലും, ഇതെല്ലാം 100 ഇരട്ടിയായി നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ഇത് കർത്താവ് ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലൊന്ന്. പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വീടിനെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഞാൻ ഉപേക്ഷിച്ച് പോരുമ്പോൾ കർത്താവ് എനിക്ക് 100 കണക്കിന് വീടുകൾ, 100 കണക്കിന് മാതാപിതാക്കൾ, 100 കണക്കിന് സഹോദരന്മാരെയൊക്കെ കർത്താവ് ഇന്നും ഓരോ വൈദികനും വെച്ച് നീട്ടുന്നില്ലേ? അവിടെ ഈ വാഗ്ദാനം പൂർത്തിയാകുന്നില്ലേ? ഇത് പൗരോഹിത്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ, കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് നമുക്ക് പല ഇരട്ടിയായിട്ട് തിരിച്ചു തന്നിട്ടുമുണ്ട്. ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ കഴിവുകൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൃപ തരണമേ. എൻ്റെ കയ്യിലുള്ളതെല്ലാം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാനുള്ള
കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.